നമസ്കാരം. ശിവമോഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി 6ാം നാൾ. നവദുർഗാ സങ്കല്പത്തിലെ 6ാം ഭാവമാണ് കാത്യായനി ദേവി. നമ്മൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ ധ്യാനം ചെയ്തു പോവാണ്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ആജ്ഞാചക്ര അല്ലെങ്കിൽ 3rd ഐ ചക്രയാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ധ്യാനമാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക. ധ്യാനത്തിലും കൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാത്യായനി ദേവിയെക്കുറിച്ച് അറിയാം. ആ ഒരു സങ്കല്പത്തെ ഇന്ന് ആരാധിക്കാം. ഇന്നത്തെ ദിവസം കാത്യായനി ദേവിക്ക് പ്രത്യേക ആരാധന നൽകുന്നുണ്ട്. കാത്യായന മഹർഷിയുടെ മകളായി അവതരിച്ച ശ്രീപാർവതിയാണ് കാത്യായനി ദേവി എന്നാണ് വിശ്വാസം. 6ാം നാൾ ഷഷ്ടി തിഥിയിലാണ് കാത്യായനി ഭാവത്തിൽ ആരാധിക്കുന്നത്. വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. ത്രിനേത്രങ്ങളും 4 കൈകളുമുള്ള ഭഗവതി ഖഡ്ഗവും പത്മവും കയ്യിലേന്തിയിരിക്കുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളും ഭഗവതിക്ക് ഉള്ളതായിട്ട് സങ്കല്പമുണ്ട്. കന്യകമാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ദിവസം. ജ്യോതിഷ സംബന്ധമായിട്ട് വ്യാഴത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ദേവിയെ ആരാധിക്കുന്നത് വഴി സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും ലഭിക്കുന്നു. വിവാഹ തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് ദേവീ പൂജ വളരെ ഉത്തമമാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങൾ മാറാനും മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാനും ദേവി സഹായിക്കുന്നു. സാക്ഷാൽ ആദിപരാശക്തിയുടെ ഭാവം തന്നെയാണ് കാത്യായനി ദേവിയിൽ കാണുന്നതും. മഹിഷാസുരനെ വധിക്കുന്നതിനായി ലക്ഷ്മി, സരസ്വതി ദേവി, ഈ ഭാവങ്ങൾ, ഈ ദേവിമാർ കാത്യായനി ദേവിയിൽ ലയിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. സിംഹമാണ് വാഹനം. എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തി ലഭിക്കാൻ വേണ്ടി ദേവിയെ ആരാധിക്കുന്നത് വഴി പൂജിക്കുന്നത് വഴി സാധിക്കുന്നു. ഈ ഒരു സങ്കല്പത്തിലെ ചക്രം എന്ന് പറയുന്നത് 6ാം ചക്രയാണ്. ആജ്ഞാചക്ര അല്ലെങ്കിൽ 3rd ഐ എന്ന് പറയും. 3ാം കണ്ണ് എന്ന് പറയാം. ആത്മാവിൻ്റെ ഇരിപ്പിടവും ഉയർന്ന ബോധത്തിൻ്റെ വാതിലുമാണ് 3rd ഐ ചക്ര എന്ന് പറയും. പ്രകാശവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഹൈ ലെവൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഹൈ ലെവൽ ഉള്ള ചിന്താഗതി, ഇൻറ്റ്യൂഷൻ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവിയുടെ മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവിപതിം മേ ഗുരുതേ നമ. ഓം ഹ്രീം കാത്യായന്യേ സ്വാഹ. ഹ്രീം ശ്രീം കാത്യായന്യേ സ്വാഹ. ഇത് ദേവിയുടെ മന്ത്രം വളരെ പവർഫുള്ളാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നത് എല്ലാത്തരം തടസ്സങ്ങൾ മാറാനും എല്ലാത്തരം ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും വളരെ ഉത്തമമാണ്. അപ്പോൾ ജപിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വ്രതനിഷ്ഠയോടുകൂടി ഒരു ദിവസം 108 തവണ ജപിക്കാവുന്നതാണ്. 21 ദിവസം മുടങ്ങാതെ 108 തവണ വെച്ച് ചൊല്ലുവാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ നീക്കാൻ ഒക്കെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ മന്ത്രമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ആവശ്യമാണെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ആയിട്ട് ഞാൻ 3rd ഐ ചക്രയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd ഐ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് എന്നിവയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ കളറാണ് കൊടുത്തിരിക്കുന്നത് പിക്ചറിൽ. ഇൻഡിഗോ നിറമെന്ന് പറയുമ്പോൾ വയലറ്റ് അല്ല, നീലയുമല്ല, അതിനിടയ്ക്ക് വരുന്നൊരു നിറമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മന്ത്രം ഓം ആണ്. ചക്രയുടെ മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. ഇത് പുരികത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഏകദേശം ഉള്ളിലേക്ക് ഒരു 4 ഇഞ്ച് പിന്നിലായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് പുരികത്തിൻ്റെ നടുഭാഗത്തായിട്ട് മനസ്സിൽ കണ്ടാലും മതിയാവും. ഒരു പൂവ് 2 ഇതളുകളുള്ള താമരപ്പൂവാണ്. ഇൻഡിഗോ നിറത്തിലുള്ള താമരപ്പൂവാണ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. സ്വസ്ഥമായിട്ടിരിക്കാം.
കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. അധികം ബഹളമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിലത്തോ പായ വിരിച്ചോ നിങ്ങൾക്കിരിക്കാവുന്നതാണ്. ചമ്രമടഞ്ഞിരിക്കുന്നതാണ് വളരെ ഉത്തമം. പതിയെ കണ്ണുകളടയ്ക്കുക. 2 കൈകളും കൂപ്പി നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു താമരമുട്ട് പോലെ കൈകൾ കൂപ്പി നിൽക്കുക. ദുർഗാദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ആ അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. മുഖത്തൊരു പുഞ്ചിരി വരുത്തുക. ശേഷം ഡീപ് ബ്രീത്തിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ദീർഘശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ പതിയെ മതി. ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ശരീരമാകെ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി പുറത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിനുള്ളിലെ നെഗറ്റീവായിട്ടുള്ള ടോക്സിൻസ്, നിങ്ങളുടെ രോഗഭയം, ചിന്തകൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഒരു കറുത്ത ചാരനിറത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. തുടങ്ങാം. ശ്വാസം എടുക്കാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്, ദീർഘശ്വാസം പുറത്തേക്ക്. മൂക്കിൽ കൂടി വളരെ പതിയെ ശ്വാസം പുറത്തുവിടാം. ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യാം. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വളരെ ശക്തിയായി മൂക്കിന് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ ശ്വാസം എടുക്കരുത്. വളരെ പതിയെ, പക്ഷേ അത് ദീർഘവുമായിരിക്കണം. ഇത് കുറച്ചു നേരം തുടർന്നു കൊണ്ടുപോവാം. ഇനി ഓം ചാൻറ്റിങ് ചെയ്യാവുന്നതാണ്. ഓം ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ പുരികത്തിൻ്റെ നടുഭാഗത്തായിട്ട് കൊണ്ടുവരിക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വെളിച്ചമായിട്ട് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലെയിമായിട്ട് സങ്കല്പിക്കാം. നിങ്ങൾക്ക് എന്താണോ സൗകര്യം അതുപോലെ എടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടുപോലെ സങ്കല്പിക്കാം പുരികത്തിൻ്റെ മധ്യഭാഗത്തായിട്ട്. ചിലപ്പോൾ ചെറിയ വൈബ്രേഷൻസ് പോലെ ഫീൽ ചെയ്യാം. പേടിക്കേണ്ട ആവശ്യമില്ല. ശ്വാസമുള്ളിലേക്ക് എടുത്ത് ഓം ചൊല്ലാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും തുറന്നു പോകാവുന്നതാണ്. നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മനസ്സിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വേദനകളും സങ്കടങ്ങളും ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഉപേക്ഷിക്കുക. കുറച്ച് നേരത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പുരികത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് മാത്രം ശ്രദ്ധിക്കുക. ഈ ഒരു സത്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മായയാണ്, ഇല്യൂഷനാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഭാവി കാലം അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പാസ്റ്റ് അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന എന്താണോ അത് നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. പൂർണ്ണമായിട്ടും സമർപ്പിക്കുക.
ഇപ്പോൾ ഉള്ള നിങ്ങൾ, അത് മാത്രമാണ് സത്യം. ചിന്തകൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ധങ്ങൾ, വേദനകൾ, ചതിപറ്റിയ അവസ്ഥ, എല്ലാം ഒരു നിമിഷത്തേക്ക് മറന്ന് നിങ്ങളുടെ പുരികത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ ഇതാണ് നിങ്ങളുടെ പരമമായ സത്യം, ഇതാണ് നിങ്ങൾ, ബാക്കി കാണുന്നതൊക്കെ വെറും മായ മാത്രമാണെന്ന സത്യം കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സിൽ കൊണ്ടുവരിക. വളരെ ശാന്തമായി കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. ഇത് മാത്രമാണ് സത്യം. പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ബോധത്തിൽ നിന്ന് വന്ന പരമമായ സത്യം, പരമാത്മാവിൻ്റെ ഭാഗം, അതാണ് നിങ്ങൾ. ബാക്കിയുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ്. കുറച്ചു നേരം ശാന്തമായിരിക്കുക. നിങ്ങൾക്ക് പുരികത്തിൻ്റെ മധ്യഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെയുള്ള മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാവുന്നതാണ്. കുറച്ചു നേരം ശാന്തമായി സ്വസ്ഥമായിട്ടിരിക്കുക കേട്ടോ. ഫ്യൂച്ചർ വേണ്ട, പാസ്റ്റ് വേണ്ട. ഈ ഒരു നിമിഷം ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വന്നോട്ടെ, മനസ്സിലെ ഇമോഷൻ മുഴുവനും അങ്ങനെ പോയിക്കോട്ടെ. സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഈ പരമമായ സത്യത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുക കുറച്ചു നേരം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഈ ഒരു സമയം വളരെ വിലപ്പെട്ടതാണ്. പലർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളെ മറന്ന്, നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു സത്യത്തെ മറന്ന് ഓടി നടന്ന ആ ഒരവസ്ഥയിൽ നിന്നും മാറി സ്വസ്ഥമായി ശാന്തമായി നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ഈ ഒരു സമയം പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു സത്യത്തിൽ ലയിച്ചിരിക്കുക. ഈ ഒരു വെളിച്ചമാണ് നിങ്ങൾ, ഈ ഒരു വെളിച്ചം മാത്രമാണ് നിങ്ങൾ. ഇതാണ് പരമമായ സത്യം, പ്രപഞ്ചബോധം. ഈ പ്രപഞ്ചബോധത്തിലേക്ക് ഓരോ ദിവസവും ഒരു സെക്കൻഡ് സമയമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കും. ഈ പരമമായ സത്യം, ബാക്കിയുള്ളതൊക്കെ മായ മാത്രമാണ്. കുറച്ച് വർഷങ്ങൾ, ഇനി എത്ര വർഷമെന്നറിയില്ല, അത് കഴിയുമ്പോൾ ഈ ഒരു ആത്മാവ് പ്രപഞ്ച സത്യത്തിലേക്ക് തീർച്ചയായിട്ടും ലയിക്കുന്നതാണ്. അവിടെ ശരീരമോ മനസ്സിനോ ഒന്നും പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഈ ആത്മാവിന് നിത്യമായ ഈ ഒരു സത്യത്തിന്, പ്രപഞ്ച സത്യത്തിന് മാത്രമേ സ്ഥാനം ഉണ്ടായിരിക്കുള്ളൂ. ശരീരം പഞ്ചഭൂതങ്ങളിലേക്കും അവശേഷിക്കുന്നത് ഈ ഒരു സത്യം, ജ്ഞാനം, നിങ്ങളുടെ ആത്മാവ്, സോൾ, ഇത് മാത്രമായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. ഇനി ആ വെളിച്ചം, നിങ്ങൾ പൊട്ടായി കണ്ട ആ ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഒരു ഫ്ലെയിമായി കണ്ട ആ ഒരു വെളിച്ചം പതിയെ 2 ഇതളുകളുള്ള ഇൻഡിഗോ നിറത്തിലുള്ള ഒരു താമരയായി മാറുന്നത് മനസ്സിൽ കാണുക. ശേഷം നന്നായിട്ട് കറങ്ങുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ തേർഡ് ഐ ചക്ര പതിയെ ആക്ടിവേഷൻ ചെയ്യുവാണ്. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപാട് ഇൻറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കും. ജ്ഞാനത്തിൻ്റെ
വെളിച്ചമാണ് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ തേർഡ് ഐ ചക്ര വളരെ ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഇത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. വളരെ പതിയെ ഒരു ദിവസം 1-2 മിനിറ്റ് മാത്രമേ ഇതിന്, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 5 മിനിറ്റ് മാത്രമേ ഇതിന് സമയം കണ്ടെത്താൻ പാടുള്ളൂ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ. കാരണം ഈ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ തലവേദന, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള ഇഷ്യൂസ്, ഛർദി, വോമിറ്റ് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. സോ വളരെ സമയം കൊടുത്തിട്ട് മാത്രം ഇത് ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഡിസോർഡേഴ്സിന് പോലും കാരണമാകാൻ തേർഡ് ഐ ചക്രയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണമാകും. ഓക്കെ, ചെറിയൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയേക്കാം. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. സമയമെടുത്ത് മാത്രം കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ദേവീധ്യാനം ചെയ്യാം. കൈകൾ രണ്ടും കൂപ്പി കാത്യായനി ദേവിയെ മനസ്സിൽ സങ്കല്പിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാത്യായനി മഹാമായേ മഹായോഗീന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ഓം ഹ്രീം കാത്യായന്യേ സ്വാഹ. ഹ്രീം ശ്രീം കാത്യായന്യേ സ്വാഹ. ഓം ഹ്രീം കാത്യായന്യേ സ്വാഹ. ഹ്രീം ശ്രീം കാത്യായന്യേ സ്വാഹ. ഓം ഹ്രീം കാത്യായന്യേ സ്വാഹ. ഹ്രീം ശ്രീം കാത്യായന്യേ സ്വാഹ. നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് കാത്യായനി മഹാമായേ മഹായോഗീന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ഇത്രയും ചൊല്ലിയാൽ മതി. ഞാനത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി കൊടുക്കുന്നതാണ്. നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ്. ഓക്കെ, പുതിയാനത്തിൽ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും ശക്തിയും എല്ലാം അമ്മ തന്നെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.